അല്ല, ആ മുടി വളർന്നു പോണെന്നതിനെ പറ്റിയിട്ട് എന്താ നിങ്ങളെ വീക്ഷണം? ബഹുമാനപ്പെട്ട കാന്തപുരം AP ഉസ്താദിൻ്റെ കൈവശത്തിലുള്ള കേശം അല്ലെങ്കിൽ മുടി, അതിനെ സംബന്ധിച്ച് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിവാദങ്ങളും ചർച്ചകളുമൊക്കെ നടക്കുന്നുണ്ട്. ആ ഗണത്തിൽ എന്നോട് പലരും അതിനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം ആരായുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം സന്ദേഹങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ഈ പൊതുവേദിയിൽ തന്നെ ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈവശത്തിലുള്ള കേശം അത് തിരുകേശമാണെങ്കിലും അല്ലെങ്കിലും അതിനെ സംബന്ധിച്ച് അഭിപ്രായം അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ പറയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. അത് വിശ്വസിക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. അത് വിശ്വസിച്ചാലേ സുന്നിയാവൂ എന്ന് അദ്ദേഹത്തിന് പോലും അഭിപ്രായമില്ല. അതുകൊണ്ട് അത് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, തള്ളേണ്ടവർക്ക് തള്ളാം. എന്തായാലും ഇനി തിരുകേശമാണെങ്കിൽ തന്നെയും അങ്ങനെ തിരുകേശം അല്ലെങ്കിൽ നബിയുടെ മുടി കാലക്രമേണ വളർന്ന് വലുതാകുമെന്ന് ഒരു ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാരിൽ ആർക്കും തന്നെ അങ്ങനെ അഭിപ്രായവുമില്ല. ഇനി അദ്ദേഹം അത് വളർന്നു വലുതായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് വിശ്വസിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈവശം കിട്ടിയ സമയത്ത് അത് എത്ര വലിപ്പമുണ്ടായിരുന്നു, ഇപ്പോൾ എത്ര വലിപ്പമുണ്ട് എന്നൊക്കെ നമുക്ക് ബോധ്യമാകണം. അന്നത്തെ വലിപ്പവും ഇന്നത്തെ വലിപ്പവും ഒന്നും തന്നെ എത്ര സെൻറ്റിമീറ്റർ ടോട്ടൽ ഉണ്ടെന്ന് അദ്ദേഹം പോലും നമ്മോട് പറഞ്ഞിട്ടില്ല, വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി മുസ്ലിം ആകണമെങ്കിൽ അല്ലെങ്കിൽ സുന്നിയാകണമെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള മുടി നബിയുടെ മുടിയാണെന്ന് വിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇനി നബിയുടെ മുടിയാണെങ്കിൽ തന്നെയും അത് കാലക്രമേണ ഭാവിയിൽ വളർന്നുകൊണ്ടിരിക്കും, വലുതായിക്കൊണ്ടിരിക്കും എന്നൊന്നും വിശ്വസിക്കേണ്ട ആവശ്യവുമില്ല. കാരണം അതൊന്നും ഇസ്ലാമുമായി ബന്ധിക്കുന്ന ഒന്നുമല്ല. എന്നാൽ സുതാര്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് വിശ്വസിക്കാവുന്നതാണ്. ഇത് മാത്രമാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. എന്നാൽ അനുബന്ധമായി എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കാനുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കൈവശത്തിലുള്ള ആ മുടി, അതിനെ സംബന്ധിച്ച് അദ്ദേഹം വല്ലതും പറയുമ്പോൾ അത് നമുക്ക് യോജിക്കാനാവാത്തതാണ് എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം അദ്ദേഹത്തെ വിമർശിക്കാനും പരിഹസിക്കാനും വേണ്ടി പാഴാക്കാനുള്ളതല്ലല്ലോ. കാരണം നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ലക്ഷ്യബോധം ഉണ്ടാകണം. ഒരു മതവിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിത ലക്ഷ്യം പരലോക വിജയമാണ്, പാരത്രിക സുരക്ഷയാണ്. നമ്മുടെ ജീവിതം അദ്ദേഹത്തെ വിമർശിക്കാനും അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള മുടിയെ സംബന്ധിച്ച് പരിഹസിക്കാനുമൊക്കെ മാത്രം ചിലവഴിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് ഒരിക്കലെങ്കിലും ആലോചിക്കേണ്ടതല്ലേ? ഇത്രമാത്രം വില കുറഞ്ഞ ജീവിത ലക്ഷ്യമാണോ നമുക്കുള്ളത്? ഇനി കേവലം ഭൗതികമായിട്ട് മാത്രം നോക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ജീവിതം ഒരിക്കലും തന്നെ ഏതെങ്കിലും ചില വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യാനോ പരിഹസിക്കാനോ ഉള്ളതല്ല. നമുക്ക് പോസിറ്റീവായ വല്ല കാര്യങ്ങളും ഇവിടെ ചെയ്തു വെക്കണം, അതാണ് വേണ്ടത്. നമ്മുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ക്ഷേമവും സമ്പൽ സമൃദ്ധിയും ആരോഗ്യകരമായ ഭാവിയുമാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. അല്ലാതെ കേവലം അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ജീവിതം പാഴാക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിമർശനങ്ങൾ പോലും വാദത്തെ തളർത്തുകയില്ല, വളർത്തുകയാണ് ചെയ്യുക. അതായത് നാം ഏതൊരു വാദത്തെയാണോ അല്ലെങ്കിൽ ഏതൊരു ആശയത്തെയാണോ ഗണ്ണിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുന്നത്, അതിനെ വിമർശിക്കുന്നത്, ആ വിമർശനം കൊണ്ടും ഖണ്ഡനം കൊണ്ടുമൊക്കെ ആ
പ്രതിസ്ഥാനത്തുള്ള വാദം, ആശയം പൂർവോപരി വളരുകയും വികസിക്കുകയുമാണ് ചെയ്യുക. കാരണം അതുവഴി അറിയാത്ത നാലാൾ കൂടി അറിയുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിത ലക്ഷ്യം ഒരിക്കലും തന്നെ വിമർശനമാകരുത്. പകരം അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായ വശങ്ങൾ കണ്ട് പഠിക്കുക, അത് സ്വീകരിക്കുക. കാരണം നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു വച്ചിട്ടുണ്ടല്ലോ. സത്യത്തിൽ കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ ഒരു മുസ്ലിമിനും ചെയ്യാൻ കഴിയാത്ത അത്രമേൽ വികസനങ്ങൾ അദ്ദേഹം ചെയ്തു വച്ചിട്ടുണ്ട്. പിന്നെ ഒരു പോരായ്മയും ഒരു ന്യൂനതയും ഇല്ലാത്ത ഒരാളും തന്നെ ലോകത്തില്ലല്ലോ. പ്രവാചകന്മാരല്ലാത്ത എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടാകും. നാം കാണുന്ന ഈ അന്യമതസ്ഥരിലെ മനുഷ്യ ദൈവങ്ങൾ പോലും നിരവധി പോരായ്മകൾ കൊണ്ട് വിവാദവൽക്കരിക്കപ്പെട്ട മഹാന്മാരാണല്ലോ. എന്നിരിക്കെ നാം എന്തിനാണ് ബഹുമാനപ്പെട്ട കാന്തപുരം AP ഉസ്താദിനെ ഇങ്ങനെ മുടിയുടെയും മറ്റും പേരിൽ വിമർശിച്ച് പരിഹസിച്ചുകൊണ്ട് നടക്കുന്നത്? നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇന്ന് മുൾമുനയിലാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ജീവിത ലക്ഷ്യം ഒരിക്കലും തന്നെ അദ്ദേഹത്തെയോ മറ്റാരെയും വിമർശിക്കാൻ ചിലവഴിക്കരുത്. സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ നാം ചെയ്തു വെക്കണം. അതാണ് വേണ്ടത്. ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് വളരെ മുന്നിലാണ്. അൽഹംദുലില്ലാ. അദ്ദേഹത്തിന് ഒരുപാട് വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമായി. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ മുസ്ലിങ്ങൾക്കൊരു യൂനാനി മെഡിക്കൽ കോളേജ്, ഒരു ലോ കോളേജ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവന തന്നെയല്ലേ? ഈ വിമർശിക്കുന്ന നമ്മൾക്ക് അതുപോലെ വല്ലതും ചെയ്യാൻ സാധ്യമായോ? ഇനി സ്വകാര്യ സർവകലാശാല ഉണ്ടാക്കാനുള്ള പദ്ധതിയിലാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതുപോലെ വല്ലതും നന്മകളും നമുക്ക് ചെയ്യാൻ സാധ്യമാകുമോ എന്ന് പരീക്ഷിക്കുക. സാധ്യമാണെങ്കിൽ ചെയ്യുക. അതാണ് നാം വേണ്ടത്. യോജിക്കാനാവാത്ത വല്ലതും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മൗനം പാലിക്കുക. അത്രയേ വേണ്ടുള്ളൂ. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക വിഭാഗം മുസ്ലിങ്ങളാണ് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ. അതുപോലെ സർക്കാർ ജീവനക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇനി സാമ്പത്തികമായി നോക്കുകയാണെങ്കിലും എല്ലാ നിലക്കും ഇന്ത്യയിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്നത് മുസ്ലിങ്ങളാണ്. ഒന്നു വേണ്ട, ഇന്ത്യയിലെ വിദ്യാർത്ഥികളിൽ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ മുസ്ലിം പ്രാതിനിധ്യം വളരെ പിറകിലാണ്. നമ്മുടെ IIT NIT പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേവലം 2-3% മുസ്ലിങ്ങളുള്ളത്. 15% ദേശീയ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളുള്ള ഇന്ത്യയിലെ അവസ്ഥയാണിത്. ഇനി നമ്മുടെ എയിംസുകൾ നോക്കുകയാണെങ്കിലും അതിലും മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വളരെ പിറകിലാണ്. ഇനി സർക്കാർ ജീവനക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ 15% ജനസംഖ്യയുള്ള മുസ്ലിങ്ങൾ നമ്മുടെ സെൻട്രൽ എംപ്ലോയീസ് മേഖലയിൽ വെറും 4% താഴെയാണ്. അതുപോലെ നമ്മുടെ വഖഫ് ഭൂമികൾ അങ്ങേയറ്റം കയ്യേറ്റം ചെയ്യപ്പെട്ടു പോയി, ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അനുകൂലമായ നിയമങ്ങളും ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. നമ്മുടെ നിരവധി മസ്ജിദുകൾ കയ്യേറി തകർക്കപ്പെട്ട് പോയി. ഒരു സമ്പൂർണ്ണ മതേതര രാജ്യമായിട്ട് പോലും നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക ജീവിത രീതി, ഇസ്ലാമികമായ ആരാധനകൾ, ആചാരങ്ങൾ എന്നിവ വേണ്ട പോലെ നടപ്പാക്കാനുള്ള സൗകര്യമില്ല, സംവിധാനമില്ല. ഇത്രമാത്രം വിഷമകരമായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം എന്നിവ അന്യരെ വിമർശിക്കാൻ വേണ്ടി പാഴാക്കാനുള്ളതല്ല. മുസ്ലിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ധൈര്യവും ഊർജവും നേടണം. അതിനുവേണ്ടി
വിദ്യാഭ്യാസപരമായി ഉയരുകയാണ് വേണ്ടത്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് നോക്കൂ. അതുപോലെ പഞ്ചാബ്, രാജസ്ഥാൻ പോലെ നിരവധി നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇവിടെയൊക്കെ ഇന്ന് ക്രിസ്തുമതം വളരെ വേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപ ഭാവിയിൽ തമിഴ്നാട് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനം തന്നെ ആയേക്കുമെന്ന് പല നിരീക്ഷകന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല നിലവാരമുള്ള NIRF റാങ്കിലൊക്കെ ടോപ്പ് ലിസ്റ്റിൽ വരുന്ന സ്ഥാപനങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ട്. ഈ തിരുകേശത്തെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഈ വിവാദ കേശത്തെ വിമർശിക്കുന്ന ആളുകൾ ആ ക്രിസ്ത്യാനികളുടെ ഒരു ബോധമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിയുമായിരുന്നു.